ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്ലൂമിങ് വിത്ത് മീ. അപ്പോൾ നമുക്കിന്നൊരു പെപ്ലം ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് കാണാം. എൻ്റെ കയ്യിൽ ഓൾറെഡി കുറച്ച് തുണി ബാക്കിയുണ്ടായിരുന്നു, മോൾ കൂടി പിടിച്ചതിൻ്റെ തുണി ബാക്കിയുണ്ടായിരുന്നു. അത് വെച്ചാണ് ഞാൻ അടിക്കുന്നത്. അപ്പോൾ തുണി ലേശം കുറവാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചും കൂടി തുണി എടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് രണ്ട് പാർട്ടാണ് വേണ്ടത്. മുകളിലത്തെ ടോപ്പ് പാർട്ടും പിന്നെ താഴെ വരുന്ന ഫ്രില്ല് അടിക്കുന്ന ഭാഗം ബോട്ടം പാർട്ടും. ഓക്കെ, അപ്പം ഞാൻ ഇതിൽ കാണിച്ച പോലെ തന്നെ മുകൾ ഭാഗത്തിന് വേണ്ടിയിട്ട് തുണി എടുത്തതിന് ശേഷം അത് നാലായി മടക്കുക. തുണീൻ്റെ വീതി എന്ന് പറയുന്നത് 21 ഇഞ്ചാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കഴുത്തിൻ്റെ വീതി എന്ന് പറയുന്നത് 5.5 ഇഞ്ച് എടുക്കുക. അവിടുന്ന് ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് താഴേക്ക് 6 ഇഞ്ച് ഇറക്കിയെടുക്കുക. അത് നമ്മളെ ഷോൾഡറിൻ്റെ കൈക്കുഴി വെട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ രണ്ട് മാർക്കും തമ്മിൽ യോജിപ്പിച്ചതിന് ശേഷം ഒരു വര കൂടി ഇങ്ങനെ ജോയിൻ ചെയ്ത് അവിടെ വെക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് ടോപ്പ് പാർട്ടിൻ്റെ മുകൾ ഭാഗത്തിൻ്റെ ഇറക്കം വേണ്ടത് 16 ഇഞ്ചാണ്. എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഞാനിവിടെ 16 ഇഞ്ചാണ് എടുക്കുന്നത്. 16 ഇഞ്ച് എടുത്ത് ഞാൻ ബാക്കിയുള്ള തുണികളെല്ലാം കട്ട് ചെയ്ത് കളയുന്നത്. അതാണ് ഇങ്ങനെ വരക്കുന്നത്. ഇനി നമ്മൾ ആ കൈക്കുഴി വരച്ച സ്ഥലത്ത് നിന്ന് നമ്മൾക്ക് വേണ്ട, അതായത് നമ്മളെ ചെസ്റ്റിൻ്റെ, ഇപ്പം എൻ്റെ സൈസ് 34 ആണ്. അപ്പോൾ 34ന് ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പം എനിക്ക് കിട്ടുന്നത് ഒരു 8 പോയിൻറ്റ് സംതിങ് ആണ്. അപ്പോൾ ഞാൻ തയ്യൽ തുമ്പ് അടക്കം കൂട്ടി ഒരു 9 ഇഞ്ചായിട്ട് അതാ കൈക്കുഴി വെട്ടിയെടുത്തേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വേസ്റ്റിൻ്റെ ഭാഗം എന്ന് പറയുന്നത് എനിക്ക് വരുന്നത് 32 ആണ്. അപ്പോൾ 32/4 ചെയ്യുമ്പം 8 വരുന്നത്. അപ്പോൾ താഴത്തെ ആ 16 ഇഞ്ചിൻ്റെ വരച്ച ആ വരയിലേക്ക് 8 മാർക്ക് ചെയ്തതിന് ശേഷം ആ മുകളിലത്തെ 9ഉം താഴത്തെ 8ഉം തമ്മിൽ സ്കെയിൽ വെച്ച് യോജിപ്പിക്കുക. പിന്നെ തയ്യൽ തുമ്പിനായിട്ട് ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ച് അപ്പുറത്തെ കൂടി മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിനി കൈക്കുഴി വരച്ചു കൊടുക്കാം. കൈക്കുഴി വരച്ചു കൊടുക്കുമ്പം ഞാൻ ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് അളന്നിട്ട് ആ ഒരു കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മുകളിലേക്ക് അളന്ന് ആ ഒരു ഭാഗം മുട്ടുന്ന രീതിയിലാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്ക് വീഡിയോയിൽ കൂടുതൽ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമ്മളത് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ ആർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് ബാക്കിൽ നിന്ന് കണ്ടാൽ മതി. എല്ലാം ഞാൻ കൃത്യമായിട്ട് വീഡിയോയിൽ വരക്കുന്നതും പോയിൻ്റ് മാർക്ക് അടയാളപ്പെടുത്തുന്നതും കട്ട് ചെയ്യുന്നതും കൃത്യമായി കാണിച്ചിട്ടുണ്ട്. വോയിസ് കേട്ടിട്ടായിരിക്കെങ്കിലും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും വീഡിയോ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. കൃത്യമായിട്ടെല്ലാം തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മാർക്ക് ചെയ്ത പോർഷൻസ് വെച്ചിട്ട് നമ്മൾ അത് കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിൽ ഒരു തുണി ഫ്രണ്ട് പോർഷനായിട്ടും ഒരു തുണി ബാക്ക് പോർഷനായിട്ടും മാർക്ക് ചെയ്ത് വെച്ചു. ഇനി ഈ ഫ്രണ്ട് പോർഷൻ മാർക്ക് ചെയ്ത ആ തുണീൻ്റെ അകത്ത് 3 ഇഞ്ച് ഞാൻ താഴെ നിന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്തു. അതേപോലെ ഒരു 1/2 ഇഞ്ച് തുണിയുടെ മറ്റേ ഭാഗത്തും മാർക്ക് ചെയ്തു. ഇനി 3 ഇഞ്ച് മാർക്ക് ചെയ്തതും 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതും തമ്മിൽ നമ്മൾ കൂട്ടി യോജിപ്പിക്കുക. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ പെപ്ലം ടോപ്പ് അടിക്കുമ്പോൾ മുകളിൽ ആ ഫ്രണ്ട് പോർഷനിൽ നമ്മളെ ബെസ്റ്റിൻ്റെ പോർഷനിലേക്ക് നമ്മളൊരു വി ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഒരു ട്രയാങ്കിൾ എല്ലാം പോലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നത്. ആ 3 ഇഞ്ചും 1/2 ഇഞ്ചും കൂടെ അത് യോജിപ്പിച്ചിട്ട് അവിടുന്നത് കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ടിലത്തെ ഭാഗമായതുകൊണ്ട് തന്നെ മുമ്പ് ഈ നമ്മളെ തോൾക്കുഴീൻ്റെ അടുക്കുന്ന ഒന്നും ഇങ്ങനെ പൊന്തിയൊന്നും നിൽക്കാതിരിക്കാൻ വേണ്ടി തോൾക്കുഴി കുറച്ചൊന്ന് ഇറക്കി വെട്ടണം. അതിന് ഞാൻ ഫ്രണ്ട് അതായത് നമ്മളെ ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗം മാത്രം മാറ്റിയെടുത്ത് കുറച്ചും കൂടി ഒന്ന് കുഴിയായി വരച്ചു കൊടുത്ത് അതും കൂടി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി കട്ട് ചെയ്താൽ നമ്മളെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെയാണ് വരിക. നമ്മളിപ്പം കഴുത്തിൻ്റെ ഇറക്കം വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് വെട്ടുന്നതിന് വേണ്ടി ഒരു 3.5 ഇഞ്ച് ഞാൻ അടയാളം മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി ഇറക്കം എന്ന് പറയുന്നത് ഞാൻ ഒരു 7.5 ഇഞ്ചാണ് എടുക്കുന്നത്. 7.5 ഇഞ്ചും മാർക്ക് ചെയ്തതിന് ശേഷം അത് രണ്ടും തമ്മിൽ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. കാരണം ഫ്രണ്ടിൽ ഞാൻ വി നെക്കാണ് എടുക്കുന്നത്. പൊതുവെ പെപ്ലം ടോപ്പിൻ്റെ ഫ്രണ്ട് നെക്ക് വി നെക്ക് വരുന്നതുകൊണ്ട് ഞാനും വി തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് നമുക്കിപ്പോൾ ഫ്രണ്ടിൻ്റെ മുകൾ ഭാഗം കിട്ടിയിട്ടുള്ളത്. താഴെയും ഒരു ട്രയാങ്കിൾ, മുകളിലും ഒരു ട്രയാങ്കിൾ. ഇനി ബാക്ക് പോർഷൻ എടുത്ത് വെക്കുക. അതിൽ ബാക്ക് നെക്കിന് വേണ്ടിയിട്ട് ഞാൻ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ബാക്കിലെ നെക്കിൻ്റെ കഴുത്തിൻ്റെ വീതി എന്ന് പറയുന്നത്. പിന്നെ ഇറക്കം 4.5 ഇഞ്ചാണ് എടുക്കുന്നത്.
അത് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഞാൻ ആ 2 ഇഞ്ചും മാർക്ക് ചെയ്തിരിക്കുന്ന 4.5 ഇഞ്ചും തമ്മിൽ യോജിപ്പിച്ച് ബാക്കിൽ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുത്തിട്ടാകുമ്പോൾ അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എല്ലാവർക്കും കൃത്യമായി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ സ്ലോ ആയിട്ട് കാണിക്കുന്നത് പറയുന്നതും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്നും കൂടി റിപ്പീറ്റ് അടിച്ച് കാണേണ്ടതാണ്. ഓക്കെ, അപ്പം ബാക്ക് പോർഷനും കട്ട് ചെയ്തു, ഇങ്ങനെ കെട്ടി. ഇനി നമുക്ക് താഴെയുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കുക. അതായത് മുന്നിലത്തെ ടോപ്പിൻ്റെ താഴെ വരുന്നതും ബാക്കിലത്തെ ടോപ്പിൻ്റെ താഴെ വരുന്നതും ഭാഗങ്ങൾ ഫ്രില്ലിട്ടടിക്കേണ്ടത്. അതിന് ഞാൻ ഇറക്കം ഒരു 12.5 ആ റേഞ്ചാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇറക്കം എടുക്കാം. പിന്നെ അതിൻ്റെ വീതി എന്ന് പറയുന്നത് സത്യം പറഞ്ഞ ഫ്രണ്ടിലത്തെ പോർഷനും 42 ഇഞ്ച് വേണം, ബാക്കിലത്തെ പോർഷനും 42 ഇഞ്ച് വേണം. പക്ഷേ എൻ്റെ കൈമിൽ അത്ര ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രണ്ടും ബാക്കും 21 വെച്ചിട്ട് ആകെ 42 എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിന് കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് വെക്കുക. ഫ്രണ്ടിലത്തെ ടോപ്പിന് ഇറക്കം 4 ഇഞ്ച് കൂടുതലായിരിക്കണം ബാക്കിലത്തേനെ കമ്പയർ ചെയ്യും. അതായത് ബാക്കിലത്തേന് 12ഉം ഫ്രണ്ടിലത്തേന് 16 ഇഞ്ചും. ഇതാ ഞാനിപ്പോൾ കാണിച്ചതുപോലെ. ഇനിയിപ്പോൾ എക്സ്ട്രാ വരുന്ന ഭാഗത്ത് ഇതുപോലെ ഒരു ട്രയാങ്കിൾ പോലെ വെട്ടിയെടുക്കുക ഫ്രണ്ടിലത്തെ ടോപ്പിൻ്റെ ഭാഗം. എന്തിനാ വെച്ചാൽ നമുക്ക് ആ ഫ്രണ്ടിൽ നമ്മളൊരു വി ഷേപ്പ് പോലെയാണല്ലോ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് അതേ ഷേപ്പിൽ ഫ്രില്ല് കിട്ടാനാണത്. അത് ഫ്രില്ലിടുമ്പോൾ അതുപോലെ തന്നെ ആ ഒരു ട്രയാങ്കിൾ രീതിയിൽ തന്നെ ഇടണം. ഇനി കൈക്ക് വേണ്ടിയിട്ടുള്ള തുണി കട്ട് ചെയ്തെടുക്കണം. കൈക്ക് ഞാൻ 21 ഇഞ്ചാണ് നീളം എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നീളം വേണ്ടത് അത് എടുക്കാം. കൈ വെട്ടേണ്ട തുണിയെടുത്ത് 4ആയി മടക്കിയതിന് ശേഷം തുണീൻ്റെ വീതി തരുന്നത് 9 ഇഞ്ചാണ്. കാരണം ബെസ്റ്റ് സൈസ് ബൈ 4, എൻ്റെ ബെസ്റ്റ് സൈസ് 34ആണ്. അത് ബൈ 4 ചെയ്യുമ്പം 8 പോയിൻറ്റ് സംതിങ് ആയിട്ട് ഞാനത് 9 മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം മുകൾ ഭാഗത്തു നിന്ന് താഴേക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആ 4 ഇഞ്ചിലേക്ക് ഒരു സ്മോൾ എസ് എന്നുള്ള രീതിയിൽ വരച്ചു കൊടുക്കുക. എന്നിട്ട് അവിടുന്ന് കൈയിൻ്റെ ഞാൻ ഫുൾ കൈയാണ് എടുക്കുന്നത്. ഫുൾ കൈയിൻ്റെ ഭാഗത്ത് എൻ്റെ റിസ്റ്റിൻ്റെ അകത്ത് ഞാൻ 10 ഇഞ്ചാണ് എടുക്കുന്നത്. നല്ലോണം തയ്യൽ തുമ്പൊക്കെ കൂട്ടിയതിന് ശേഷം അപ്പോൾ അതിൻ്റെ പകുതി 5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. മുകളിൽ നിന്ന് 4 ഇഞ്ച് നേരത്തെ മാർക്ക് ചെയ്തിട്ടില്ലേ, ആ 4 ഇഞ്ചിൽ നിന്ന് താഴത്തെ 5 ഇഞ്ചിലേക്ക് സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആ എസ്സും മാർക്ക് ചെയ്ത ഭാഗങ്ങളെല്ലാം അതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് പണിയൊന്നുമില്ല. നമ്മൾ ഈ വെച്ച തുണി കട്ട് ചെയ്തെടുത്തു. കട്ടിങ് പോർഷൻ എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് മറച്ചിട്ട് കൊടുക്കാം. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, നമ്മൾ ലൈനിങ് ഇല്ലാണ്ട് വെക്കുമ്പം നെക്ക് വൃത്തി കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ നല്ല വശത്ത് ഒരു വേസ്റ്റ് തുണി വെച്ചിട്ട് ഉള്ളിലേക്ക് തിരിച്ചടിക്കുന്നത്. അതുപോലെ ഞാനിതാ ഫ്രണ്ടും ബാക്കും നല്ല വൃത്തി ഒരു തുണി വെച്ച് ഉള്ളിലേക്ക് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാം. ഫ്രില്ലിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടൈറ്റ് ആയിട്ടുള്ള സ്റ്റിച്ച് ഇടരുത്. ലൂസ് ആയിട്ടുള്ള സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മളൊന്ന് ലൂസിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാകുമ്പം സ്റ്റിച്ച് ചെയ്ത് വിടുമ്പം അവിടുന്ന് കട്ട് ചെയ്തെടുത്ത നൂല് കുറച്ച് എക്സ്ട്രാ വെച്ചിട്ട് ഇതുപോലെ ആ നൂല് വലിച്ചു പിടിച്ചാൽ നമുക്കിങ്ങനെ ഫ്രില്ല് ചെയ്ത് കിട്ടും. ഞാനതുപോലെ ഫ്രണ്ടും ബാക്കും അതുപോലെ ഫ്രില്ല് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്രില്ല് നമ്മളെ ടോപ്പ് പാർട്ടും ബോട്ടം പാർട്ടും തമ്മിൽ യോജിപ്പിച്ചെടുക്കുക. കുറച്ച് ഫ്രില്ല് എനിക്ക് തുണി കുറവായതുകൊണ്ടാണ്. നിങ്ങൾക്ക് കൂടുതൽ കറക്റ്റായിട്ട് എടുക്കുമ്പോൾ നല്ല വൃത്തിക്ക് നല്ല രീതിയിൽ തന്നെ ഫ്രില്ല് കിട്ടും. അപ്പോൾ അത് രണ്ടും തമ്മിൽ വെച്ച് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഇതുപോലെ യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. ഷോൾഡറും അറ്റാച്ച് കഴിഞ്ഞാൽ ബാക്കിൽ റൗണ്ട് നെക്ക്, ഫ്രണ്ടിൽ വി നെക്കും ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളുടെ ആകെയിലെ ബാക്കി പണി അതായത് കൈ കൂടി യോജിപ്പിക്കുക എന്നുള്ളതാണ്. നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശവും കൈയുടെ നല്ല വശവും തമ്മിൽ യോജിപ്പിച്ച് അതും കൂടെ യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ടോപ്പ് റെഡിയായി. ഇനി നമുക്കിതിൻ്റെ നമ്മളെ അളവിനനുസരിച്ച് ഷേപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി.